ഹായ് ഗൈസ്, ഈ നാൽപ്പാമരാതി തൈലത്തെക്കുറിച്ചും കേര തൈലത്തെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നാൽപ്പാമരാതി കേര തൈലത്തിൽ വെളിച്ചെണ്ണയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ബേസിലാണ് ആ മെഡിസിൻ തയ്യാറാക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലാകട്ടെ ഒരുപാട് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് കാപ്രിക് ആസിഡ്, കാപ്രൈലിക് ആസിഡ്, ഇവയൊക്കെ നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഇത് നല്ലൊരു കണ്ടീഷണറും കൂളിങ്ങും നരിഷിങ്ങുമാണ്. തിലതൈലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളെണ്ണ തന്നെ. ഈ എള്ളെണ്ണയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒമേഗ 6ഉം വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം ആയുർവേദത്തിൽ വൈൽഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലും കൂടിയാണ് ഈ തിലതൈലം. പൊതുവെ നമ്മുടെ നാൽപ്പാമരാതി തൈലം നമ്മൾ ദേഹത്ത് യൂസ് ചെയ്യാനും അതുപോലെ കേരതൈലം തലയിൽ യൂസ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഏത് ഓയിലും അതിൻ്റെ കൊമോഡോജനിക് പ്രോപ്പർട്ടി നോക്കിയിട്ടാണ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ കൊമോഡോജനിക് പ്രോപ്പർട്ടി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിൽ പോൾസിനെ ക്ലോഗ് ചെയ്യുകയും ആക്നെ ബ്രേക്കൗട്ടിന് കാരണമാവുകയും ചെയ്യും. ഈ കൊമോഡോജനിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലിന് അത് 4 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ക്ലോഗിങ് ഉണ്ടാക്കുകയും ആക്നെ പ്രോൺ സ്കിന്നുകാരിൽ ആക്നെ കൂടുതൽ വേഴ്സനാക്കുകയും ചെയ്യും. എന്നാൽ തൈലമാകട്ടെ കൊമോഡോജനിക് ഇൻഡെക്സ് വരുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇത് മോഡറേറ്റ്ലി മാത്രമേ ക്ലോഗിങ് ഉണ്ടാക്കുകയുള്ളൂ. ഒരു മിക്സ്ഡ് സ്കിന്നോ നാച്ചുറൽ സ്കിന്നോ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പാമരാതി തൈലം ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും.